ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നത് ഇതിനകത്ത് കീയുടെ സിമ്പിൾ അതിനകത്ത് വാണിലാമ്പ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു, താക്കോലിൻ്റെ ചിഹ്നം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. BS3 മോഡൽ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കീ സെറ്റ് പെയർ ചെയ്തായിട്ട് വരാറുണ്ട്. അപ്പോൾ കീ സെറ്റ് സെൻസറിംഗ് ഉള്ള മോഡലായതുകൊണ്ട് അത് DMSൽ കയറിയിട്ട് പെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് ഷോറൂമിൽ ചെയ്യേണ്ട വർക്കാം. പെയറിംഗ് മാത്രം ഓരോരുത്തർ ഓരോ റേറ്റ് മേടിക്കാം, 300, 400, 500 ആ റേഞ്ചൊക്കെ പല ഷോറൂമിലും പല രീതിയിലാണ് മേടിക്കാം. അപ്പോൾ നമ്മൾ നിലവിൽ അത് ആ സിസ്റ്റം ആ കീ സെറ്റ് മാറ്റാതെ തന്നെ ഓൾറെഡി CD യൂണിറ്റ് പഴയ മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട്, പഴയ മോഡൽ ഞാൻ ഡ്യുവറ്റിൻ്റെ മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഈ വന്ന പാർട്ട് നമ്പറിനകത്തേക്ക് മാറ്റി. ഇതാണ് ശരിക്കും ഇരുന്നിരുന്ന CD യൂണിറ്റ്. ഇത് മാറ്റി ഹീറോൻ്റെ ഡ്യുവറ്റിൻ്റെ CD-യിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെച്ചം വെച്ചാൽ പിന്നീട് നമുക്ക് ആ വാണിംഗ് ലാമ്പുമായി ബന്ധപ്പെട്ട്, അതായത് സെൻസറുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഉണ്ടാവില്ല. അത് മാസ്റ്റർ എഡ്ജ് BS3 മോഡൽ വണ്ടികളിലാണ് ഈ കോമൺ ആയിട്ട് കാണുന്ന ഈ കംപ്ലയിൻറ്റ്. അത് BS4 വന്നപ്പോഴത്തേക്കും കമ്പനിക്ക് അബദ്ധം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BS4ലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഐറ്റം കട്ട് ചെയ്ത് തരണം, സാധനം ഇല്ലാതെയായി. പക്ഷേ BS3 എടുത്തേണ്ട കസ്റ്റമർ ഒരുപാട് പെട്ടുപോയിട്ടുണ്ട്. ഇതേ സിസ്റ്റം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്തിട്ട് വരാം, ഒന്ന് കീ സെറ്റ് മാറേണ്ടി വരും. കീ സെറ്റ് മാറണമെങ്കിലും വിലയുണ്ട്, പെയർ ചെയ്യാൻ കൊണ്ടുപോകണം, CD അടക്കം കൊണ്ടുപോയി ചെയ്യണമെങ്കിൽ അതിന് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കേസ്, ഈ ഒരു പാർട്ട് നമ്പറിൽ വന്ന ഐറ്റം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം എന്നേക്കുമായിട്ട് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അഴിച്ച ഈ ഭാഗം നോക്കുന്ന സമയത്ത് ഈ വാക്വം കാർബറേറ്റർ ഹെഡിൻ്റെ മാൻഹോളിലേക്ക് ഒരു വാക്വം പൈപ്പ് പൊട്ടി കിടക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നത്. അതിന് വരുമ്പോഴത്തേക്ക് റേറ്റ് വന്നത് 102 രൂപ നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട്. 102 രൂപ, കാര്യം റബ്ബർ പൈപ്പ് ആണെങ്കിലും 102 രൂപ റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഫ്യൂൽ ലിഡിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ഫ്യൂൽ കേബിൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ കേബിൾ മാറ്റിയിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരാം. അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിൽ തരാം കേട്ടോ.